സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഘോഷിക്കുന്നത് വാഹനാപകടത്തിൽ കഷ്ടത അനുഭവിക്കുന്നതോടൊപ്പമാണ് ട്രാക്കിൻ്റെ എല്ലാ വർഷത്തെയും ഓണം. അതോടൊപ്പം നമ്മുടെ വോളണ്ടിയർമാരും മറ്റംഗങ്ങളും എല്ലാവരുടെയും ചേർന്നുള്ള ഓണാഘോഷം. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചടങ്ങ് ആരംഭിക്കാം. പലപ്പോഴും പല സംഘടനകളും ഓണം എന്ന് പറയുന്നത് വളരെ ഉത്സവത്തിന്റെ പ്രതീതിയിൽ ആഘോഷിക്കപ്പെടുമ്പോൾ ട്രാക്ക് എന്ന് പറയുന്ന കഴിഞ്ഞ 10 വർഷങ്ങൾക്കപ്പുറം രൂപീകൃതമായ റോഡ് ആക്സിഡന്റ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടന ഓണം ആഘോഷിക്കുന്നത് റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റ് നിരാലംബരായി വീട്ടിടങ്ങളിൽ കഴിയുന്ന ആൾക്കാർക്കൊപ്പമാണ്. പലപ്പോഴും അവർക്ക് കുടുംബാംഗങ്ങളോടൊപ്പമോ വീട്ടുകാരോടൊപ്പമോ ഓണം ആഘോഷിക്കാൻ കഴിയാത്ത വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരെ ട്രാക്കിനൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ദിവസം ട്രാക്ക് ഓണം എന്ന ആശ്രയം 2025 പരിപാടി എല്ലാ വർഷവും നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുള്ളത്. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് വേണം സത്യത്തിൽ കാണാൻ. 2014 ട്രാക്ക് രൂപീകൃതമാകുമ്പോഴൊന്നും ഇങ്ങനെയൊക്കെ എത്തിച്ചേരുമോ എന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ഋഷാജ് സിംഗ് സാറിന്റെ ഒരൊറ്റ വാശിയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ട്രാക്ക് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി രൂപീകൃതമാകാനായിട്ടുള്ള ഒരു പ്രധാന കാരണം. സാറിന്റെ ഒരു നിർബന്ധ ബുദ്ധി എന്ന് പറഞ്ഞാൽ സാർ ആദ്യം പറയും ഭയങ്കരമായിട്ടുള്ള ഫോളോ അപ്പ് ആണ്, അടുത്ത ആഴ്ച എന്തായി ആ കാര്യം ചോദിക്കും. നമുക്കാണെങ്കിൽ ഓഫീസിൽ നല്ല തിരക്കുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു സൊസൈറ്റിയുടെ രൂപീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. പക്ഷെ സാറിന്റെ ആ നിശ്ചയദാർഢ്യം, സാറിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഒരാൾ പോലും റോഡിൽ വാഹനാപകടത്തിൽപ്പെട്ട് രക്തം വാർന്ന് മരണമടയുവാൻ ഇടയാകരുത്. അതിന് പൊതുജനങ്ങളെയും ഡ്രൈവർമാരെയും പ്രാപ്തരാക്കത്തക്ക രീതിയിലുള്ള ഒരു സൊസൈറ്റി രൂപീകരിക്കണം. ആ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പറയുന്നവർക്ക് എല്ലാവർക്കും ട്രെയിനിങ് നൽകുക എന്നുള്ള ഒറ്റ കാര്യം. അങ്ങനെ വളരെ എന്തുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ തുടങ്ങിയ ഒരു സൊസൈറ്റിയാണ് സത്യത്തിൽ ട്രാക്ക് എന്ന് പറയുന്നത്. കാരണം ഇത് പറയാൻ കാരണം 2014 ഞാനന്ന് കൊല്ലത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ RTO എന്ന് പറയുന്ന സാമുവൽ സാറായിരുന്നു. സാറ് പിന്നീട് പിന്നെ SG സെക്രട്ടറി ആയിട്ടൊക്കെയാണ് സാർ റിട്ടയർ ആയത്. അന്ന് തുടങ്ങിയ ഈ ഒരു ബോധവൽക്കരണ പരിപാടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ വാഹന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ട്രെയിനിങ്ങും, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്നവർക്കുള്ള കറക്റ്റീവ് ട്രെയിനിങ്ങും, ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണത്തിൽ നമുക്ക് നടത്താനായിട്ടുള്ള ഒരു ലൈസൻസ് കൂടി ട്രാക്കിന് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും രാജീവ് സാറിനെ പോലുള്ള ആൾക്കാരുടെ ശക്തമായ ആ ഒരു നിയന്ത്രണത്തിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു അധികാരം നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ ബാച്ചിൽ കോഴിക്കോട് നിന്നുള്ള ആൾക്കാർ വരെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് നമ്മളിവിടെ ട്രെയിനിങ്ങിന് വന്നു എന്ന് പറഞ്ഞാൽ ട്രാക്ക് ആ നിലയിലേക്ക് വളരുവാൻ സാധിച്ചു എന്നുള്ളതാണ്. വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സൊസൈറ്റി രൂപീകൃതമായിരിക്കുന്നു എങ്കിൽ തന്നെയും നമ്മുടെ വോളണ്ടിയർമാർ, ഭരണകൂടം പറയുന്ന എന്ത് പ്രവൃത്തിയും അവരെ സഹായിക്കുവാൻ വേണ്ടി നമ്മൾ പലപ്പോഴും മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബൊലിറോ ആംബുലൻസ് ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ഷീല ആന്റണി അവർ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ആ ഒരു ആംബുലൻസ് ആണ് നമ്മളെ ഇത്രത്തോളം മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു പ്രചോദനമായി മാറിയതെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആംബുലൻസ് വന്നതോടുകൂടി നമ്മളുടെ ട്രാക്കിന്റെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് വർദ്ധിച്ചു. ഈ ബൈപ്പാസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഒരുപാട് അപകടങ്ങളുണ്ടായിരുന്നു. എല്ലാം നമ്മൾ സൗജന്യമായിട്ട് വാഹനാപകടങ്ങൾ എടുക്കുകയും നിർദ്ധനരായിട്ടുള്ളവർക്ക്, വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 5 പൈസ പോലും അവരുടെ നിന്ന് വാങ്ങിക്കാതെ മൊത്തം ഡീസൽ ചെലവ് ഉൾപ്പെടെ ട്രാക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ആ സേവനം നമ്മൾ നടത്തി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു
ആദ്യത്തെ ഉദ്ഘാടനം എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന റീൽസിലെ വിജയികൾക്കുള്ള സമ്മാനദാന വിതരണത്തിന്റെ ഉദ്ഘാടനമാണ്. തീർച്ചയായിട്ടും ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിന്ന് അതിന് കിട്ടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ രാജീവ് സാറിനെ ഞാൻ ആദരപൂർവ്വം ആ ഒരു ചടങ്ങിലേക്കായിട്ട് ക്ഷണിക്കുകയാണ്. അവശ്യനിലയിലുള്ള ആളുകളെ അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനും ട്രാക്ക് എന്നും മുന്നിലാണ്. അത് ഞാൻ സാക്ഷിയാണ്. കാരണം കൊറോണയുടെ സമയത്ത് ഞാൻ കൊല്ലം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറായി ജോലി ചെയ്ത് വരവേ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള ആ ഹൈസ്കൂളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ആളുകളെ കൊണ്ടുവന്ന് അവരെ പുനരധിവസിപ്പിക്കുകയും അവർക്ക് വേണ്ട മെഡിക്കൽ അസിസ്റ്റൻസുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ ട്രാക്കിലെ വോളണ്ടിയേഴ്സ് ആണ് മുന്നിട്ടുന്നത്. അന്ന് ഭീകര ഒരു ഇതായിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. ആ ഒരു കോവിഡ് മഹാമാരിയുടെ ഭീതിയെ പോലും മാറ്റി നിർത്തി അവരെല്ലാം തന്നെ സന്നദ്ധ പ്രവർത്തകർ അവരുടെ ജീവനെ പ്രകടനവൽക്കരിച്ചുകൊണ്ട് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നും ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തനങ്ങളാണ് ട്രാക്ക് നടത്തി വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് യുവജനങ്ങളുടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെടുന്നത് യുവജനങ്ങൾക്കാണ്. ഏകദേശം ഒരു 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ്. അവർക്ക് വേണ്ട കറക്റ്റീവ് മെഷേഴ്സും ട്രെയിനിങ്ങുകളും ഒക്കെ ഇപ്പോൾ ട്രാക്ക് നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ റോഡ് സേഫ്റ്റിയുടെ ഭാഗമായി തന്നെ റീൽസ് അത് ക്ഷണിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകൾ പങ്കെടുത്തു. അതിൽ നിന്നും കുറച്ച് വിജയികളെ തിരഞ്ഞെടുത്തു. ഇതൊക്കെ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ട്രാക്ക് നടത്തുന്നത്. അപ്പോൾ വളരെ അഭിനന്ദനീയമായ ഒരു പ്രവർത്തന മേഖലയിലേക്ക് കൂടെയാണ് ട്രാക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ ഒരു ഓണാഘോഷം, അതായത് അപകടങ്ങളിൽ ശാരീരിക വൈകല്യം സംഭവിച്ച ആളുകളോടൊപ്പം ഒരു ഓണാഘോഷം, അത് ശരിക്കും എന്തുകൊണ്ടും വളരെ അഭിനന്ദനീയമാണ്. ആ ആഘോഷത്തിനായി ഇവിടെ എത്തിയ നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു സന്തോഷപ്രദവും സുഖപ്രദവും ആനന്ദപ്രദമായ ഓണാഘോഷം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടന മറ്റുള്ള സ്ഥലങ്ങളിലും വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളും ഞാൻ കേട്ടിട്ടില്ല ഇതിനെപ്പറ്റി. ഇവിടെ മാത്രമാണ് ഇത്രയും ആക്റ്റീവായിട്ടും ഇത്രയും നല്ല പ്രവർത്തനം നടത്തുന്നത്. എല്ലാ സ്ഥലത്തും ഇത് ആവശ്യമാണ്. കാരണം റോഡ് അപകടങ്ങൾ നമുക്കറിയാം. വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും നമ്മൾ ആ അപകടങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ കാറും ബസ്സും കൂടി ആക്സിഡന്റ് ആയിരിക്കും. പക്ഷെ ആ കാറും ബസ്സും ആക്സിഡന്റ് ആവുന്നതിന് ഇടയിൽ കൂടെ ഒരു ബൈക്കുകാരനെ സേവ് ചെയ്യുന്ന സമയത്തായിരിക്കണം ഈ ബസ്സുകാരും കാറുകാരുമായിട്ട് ആക്സിഡന്റ് ഉണ്ടായിരുന്നത്. ബൈക്കുകാരന്റെ കാര്യം നമ്മൾ ആരും അറിയില്ല. നമ്മൾ പറയുമ്പോൾ കാറും ബസ്സുവിന്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത് വളരെയധികം അശ്രദ്ധ. നമ്മൾ റോഡിൽ പോകുമ്പോൾ കാണാം കുട്ടികളൊക്കെ മൊബൈൽ ഫോൺ, ഈ റീല് കണ്ട പോലെ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് സെൽഫി. ഇപ്പൊ ഏറ്റവും വലിയൊരു സംഭവം ഈ നാടകം കാണാൻ വരുന്ന ആൾക്കാരായാലും അതെ എവിടെയായാലും എവിടെ ചെന്നാൽ ഈ സെൽഫിയാണ് വലിയ കാര്യം. അത് ഫേസ്ബുക്കിൽ ഇടുക, അതിലെത്ര ലൈക്ക് കിട്ടുക, അതിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്നതിലാണ് സന്തോഷം. ഈ ലൈക്ക് കിട്ടുന്നതിലല്ല ജീവിതത്തിൽ സന്തോഷം വേണ്ടത്. അതാദ്യം മനസ്സിലാക്കുക. അതിന്റെ ഈ സെൽഫി എടുത്ത് എത്രയോ പേര് എന്തൊക്കെ അപകടങ്ങളിൽ പെടുന്നു അതാദ്യം മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇത്തരം റോഡ് കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട എന്താ പറയാ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാനും അതിന് നേരായ വഴി കൂടെ കൊണ്ടുപോകാനും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അതുപോലെ കൂടുതലായിട്ട് സംസാരിക്കേണ്ട ഒരു സമയമല്ല, സംസാരിക്കേണ്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പിന്നെ കലാനിലയത്തിനെ പറ്റി ഒരു 2 വാക്ക് പറയുകയാണെങ്കിൽ, കലാനിലയം നാടകം എൻ്റെ അച്ഛനും അമ്മയും കൂടി തുടങ്ങിയതാണ്. ആ ഒരു പ്രസ്ഥാനം കൊണ്ടുപോകുന്നതുകൊണ്ടാണല്ലോ ഒരു പക്ഷേ ഇവിടെ എന്നെ ക്ഷണിക്കാനും അനന്തപത്മനാഭെന്നുള്ള വ്യക്തിയെക്കാളും കാണുന്നത് കലാനിലയം കൃഷ്ണൻ നായരുടെ മകൻ എന്നുള്ള പേരിലും അതുപോലെ കലാനിലയം എന്ന് പറയുന്ന ആ മകൻ ഒരു പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരാള് എന്ന അതിന്റെ പേരിലാണ് എന്നെ ഇവിടെ ക്ഷണിച്ചതെന്നറിയാം. ഏകദേശം 90 വർഷക്കാലത്തോളം ആയ ഒരു ജൈത്രയാത്രയാണ് കലാനിലയത്തിൻ്റെത്. 150-ൽ പരം കലാകാരന്മാരും കലാകാരികളുമാണ് അതിന്റെ പിന്നിലുള്ളത്. നമുക്കറിയാം സമൂഹത്തിൽ നിന്ന് നാടക പ്രവർത്തകർക്ക് എന്തോരം പ്രശ്നങ്ങളുണ്ടെന്ന് ഇവിടെ ഇദ്ദേഹത്തിനൊക്കെ നമ്മുടെ APSC ഇദ്ദേഹത്തിനൊക്കെ അറിയാം. പക്ഷെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രസ്ഥാനമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. കുറേ പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ഇത് കൊണ്ടു നടക്കുന്നത്. നമുക്കറിയാം ഓരോരോ സ്ഥലങ്ങളിൽ പബ്ലിക് പ്ലേസിലാണ് ഞാൻ ഈ കൊണ്ടു നടക്കുന്നത്.
അവിടെയൊക്കെ അനുഭവിക്കുന്ന കുറെ. പക്ഷെ എന്നാൽ പോലും എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറയെ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നത്. അത് പുതിയ തലമുറയും പഴയ തലമുറയും ഒരുപോലെ ഇത് സ്വീകരിച്ചു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. അപ്പൊ രക്തരക്ഷസാണ് നാടകം അവതരിപ്പിക്കുന്നത്. പണ്ടത്തെക്കാളും വളരെയധികം പുതുമകളോടെയാണ് നാടകം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നാടകം കാണാൻ ഈ ട്രാക്കിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് ഞാൻ ക്യാൻവാസിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ക്യാൻവാസുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകം ഒരു ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കാം. അതേപോലെ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് നാടകം കാണിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കാം. കാരണം നമ്മൾ അവരെയൊക്കെ ചേർത്ത് വെക്കണം. അതാണ് സമൂഹത്തിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. അല്ലാണ്ട് മറ്റുള്ള കാര്യത്തിനേക്കാളും നമ്മൾ എന്താ പറയാ ദുഃഖങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കുക, അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അതൊക്കെ ആയിരിക്കും നമുക്ക്. വേറെ ഒന്നും നമുക്ക് നേടിക്കൊണ്ട് പോകാനൊന്നുമില്ല. ഇതൊക്കെ ഒരു സന്തോഷം തന്നെയാണ്. ഇത്തരം സന്തോഷകരമായ കാര്യങ്ങളിലും വലിയ വലിയ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഈ ട്രാക്കിന്റെ കൂടെ ഒരു ഓണാഘോഷത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. വളരെ സന്തോഷം. എല്ലാം നന്ദി. എല്ലാവർക്കും നല്ല ഒരു ഓണ ആശംസ കലാമലയത്തിന്റെ പേരിൽ എന്റെ പേരിൽ 14 ജില്ലകൾ 2014 കേരളത്തിന്റെ 14 ജില്ലകളിലും ആരംഭിച്ചെങ്കിലും കൊല്ലത്ത് മാത്രമാണ് അത് ഇന്നും നിലനിന്ന് പോകുന്നതെന്ന്. തീർച്ചയായിട്ടും 2014 ട്രാക്ക് രൂപീകരണ സമയത്ത് കൊല്ലത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. അന്ന് ശരിക്കും സമൂൽ സാറായിരുന്നു ഇവിടുത്തെ RTO. ആ രൂപീകരണ സമയത്ത് അർഹതപ്പെട്ട കൈകളിൽ, അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്യോഗസ്ഥരുടെ ഒരു കോർഡിനേഷൻ ആയിരുന്നു ഇതിനെ നിയന്ത്രിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ട്രാക്കിന്റെ സാന്നിധ്യത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ ട്രാക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും ലൈഫ് മെമ്പർഷിപ്പിലേക്കും വോളണ്ടിയേഴ്സിലേക്കും വന്ന നല്ല മനസ്സുകൾ അല്ലെങ്കിൽ നല്ല വ്യക്തിത്വങ്ങൾ അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിയത് കൊണ്ട് മാത്രമാണ് ട്രാക്ക് എന്ന് ഈ നിലയിൽ കൊല്ലത്ത് മാത്രമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചത്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ 3 ആംബുലൻസുകൾ ട്രാക്കിന് സ്വന്തമായിട്ടുണ്ട്. അതിൽ വളരെ നല്ല സേവനങ്ങൾ ചെയ്യുവാൻ ട്രാക്കിന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാക്കിന്റെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഓണം ആഘോഷിക്കുന്ന, അതായത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ട്രാക്ക് പ്രവർത്തനം ആരംഭിച്ചതും പ്രവർത്തിച്ചു വരുന്നത്. അതിൽ ഒട്ടേറെ മുന്നിലെത്താനും വിജയിക്കുവാനും ട്രാക്കിന് സാധിച്ചു എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. കാരണം റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡ് സേഫ്റ്റി ക്ലാസ്സുകളിൽ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ക്ലാസുകൾ സംഘടിപ്പിക്കുവാനും അത് കൃത്യതയാർന്ന രീതിയിൽ കൊണ്ടുപോകാനും ട്രാക്കിന് ഇന്നും സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. കൂടാതെ തന്നെ ഒരു റോഡ് അപകടത്തിൽപ്പെട്ടവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിൽ എന്നും ട്രാക്ക് മുന്നിൽ തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ റോഡ് അപകടത്തിൽപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവരെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഓണം ട്രാക്ക് ആഘോഷിക്കുന്നത്. ഈ ആഘോഷ പരിപാടികളിൽ, അതായത് ആശ്രയം പോലുള്ള പരിപാടി എല്ലാ വർഷവും കൃത്യമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ പങ്കെടുത്ത 4-5 മുഖങ്ങൾ ഇപ്രാവശ്യം കാണുന്നില്ല. എന്താണെന്ന് അറിയില്ല, അവർ എത്തപ്പെടാഞ്ഞത് എന്താണെന്ന് അറിയില്ല. എന്തായാലും ശരി, വളരെ സന്തോഷം. കാരണം ഇങ്ങനെ നിങ്ങളോടൊപ്പം ചേർന്ന് ഓണം ആഘോഷിക്കുവാൻ സാധിക്കുന്നത് ഒരു വളരെ സന്തോഷമായിട്ടുള്ള കാര്യം ആയിട്ട് കാണുന്നു. കാരണം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കാനും ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമ്മളൊരു ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് എല്ലാവരുമായിട്ട് സംവദിക്കുവാനും സംസാരിക്കുവാനും അവർക്ക് ഒരു ഓണക്കിറ്റ് നൽകുവാനും ഒക്കെയുള്ള ഒരു ട്രാക്ക് മുൻകൈ എടുക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ സാരഥ്യം വഹിക്കുന്നവർ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രാക്കിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ട്രാക്കിന് റീൽസിൽ വിജയികളായവർക്ക് വീണ്ടും വീണ്ടും ഭാവുകങ്ങൾ നേരുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൊടുക്കുന്ന സാന്ത്വന ഇത് കൊടുക്കുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ വാളത്തുങ്കൽ സുഹൃത്ത് അതുപോലുള്ള കുറെ പേരുണ്ട്. അപ്പൊ അവർ അന്ന് തൊട്ടേ അവരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് കൊടുക്കാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ടേ ഉള്ള മുഖങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. നമ്മളിപ്പോൾ ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇപ്പൊ ട്രാക്കിനെ കുറിച്ചൊക്കെ ഇവിടെ എല്ലാവരും വളരെ വിശദമായിട്ട് സംസാരിക്കും. നമ്മളൊരു അമ്പലത്തില് സമൂഹ സദ്യ നടത്തുകയോ അല്ലെങ്കിൽ പള്ളിയിൽ നമ്മൾ ബിരിയാണി വെച്ച് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കൂടുതൽ ഏറ്റവും
കൂടുതൽ സന്തോഷം എനിക്ക് തോന്നുന്നത് അതായത് മോട്ടോർ വാഹന വകുപ്പ് വഴി മോട്ടോർ വാഹനങ്ങളിലെ അപകടങ്ങളിൽപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന അവരുടെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കുക, അവർക്ക് ഒരു നേരത്തെ നമ്മളെ സഹായങ്ങൾ എല്ലാവരും നൽകാറുണ്ട്, സഹായങ്ങളും എല്ലാ സംഘടനകളും കൊണ്ട് നൽകാറുണ്ട്. പക്ഷെ അത് കൃത്യമായി അതിനർഹമായ കരങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു സംഘടനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമ്മളൊരു അമ്പലത്തിലോ പള്ളിയിലോ ഇപ്പൊ എല്ലാവരും വരും, അവരെല്ലാം കഴിക്കും, ചിരിച്ചോണ്ട് പോകും. പക്ഷെ ഈ വിഷമിക്കുന്നവരെ കൂടിരുന്ന് ആഹാരം കഴിക്കുക, അവർക്കൊരു സമ്മാനപ്പൊതി കൊടുക്കുക, അപ്പൊ അവരുടെ ആ മനസ്സിന്റെ സന്തോഷം, അതാണ് നമ്മുടെ ഈ ട്രാക്കിന്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിത്വമാണ് ഞാൻ ബാക്കി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ട്രാക്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും വിശദീകരിച്ചു. എങ്കിൽ ഇന്നലും ഇതുപോലെ തന്നെ നമ്മളെ ഈ സംഘടന വളർന്ന് നല്ല നിലയിൽ എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ നാടകം കാണണം. നല്ല രസകരമായ നാടകമാണ്, ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. കൂടാതെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ മഹേഷ് സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല, നമുക്കെല്ലാം പരിചിതരായിട്ടുള്ള ആൾ തന്നെയാണ്. പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ സാർ, ഒപ്പം തന്നെ വളരെ പ്രിയങ്കരായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകർ ട്രാക്കിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ലൈഫ് മെമ്പേഴ്സ്, പ്രതാപൻ വാളത്തുങ്കൽ, അതോടൊപ്പം തന്നെയുള്ള ഇന്നിവിടെ റീൽസിൽ സമ്മാനം നേടിയ വലിയ പ്രതിഭകൾ. എല്ലാവരുടെയും റീൽസ് നന്നായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളുടെ വ്യക്തമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ചില പരിമിതികളുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിനിടയിൽ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല, കാരണം ഇതൊരു പുസ്തകത്തിന്റെ വേദിയല്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു നദിയാണെന്നാണ് പറയുക, അല്ലേ? അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ അപൂർവം പൊട്ടിവിടുന്ന മുളകളാണ് ഈ സുഖവും സന്തോഷവും ഒക്കെ, അല്ലേ? നമ്മുടെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനേശനം. നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും ധരിക്കുന്നു, വീണ്ടും വീണ്ടും ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറവിയെടുക്കുന്നു എന്നാണ് പറയുക, അല്ലേ? കാരണം നമ്മൾ കുറച്ചു കാലം മാത്രമേ ജീവിക്കുന്നു, കടം വാങ്ങിയുള്ളതാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിനിടയിൽ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്, അല്ലേ? പക്ഷെ ഇതൊന്നും മനസ്സിലാക്കുക, നമ്മൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഭാവിച്ച് നടക്കുന്നത് ഒരു നിമിഷം മതി. പ്രത്യേകിച്ച് അശ്രദ്ധ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്ലാൻ ചെയ്തത്.